ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ബോംബോ എന്ന് പറയും. കുറച്ച് പേർക്കൊക്കെ അറിയാം, നമ്മൾ പണ്ടൊക്കെ സ്ഥിരമായിട്ട് പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടേക്ക് പോവുകയാണ്. ഞാനുണ്ട്, ഇച്ചായനുണ്ട്, കുക്കു, അയർ, ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്രയും നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, നമ്മുടെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിന്ന് ബോംബോയ്ക്ക് പോകുന്നത് ഒരു വില്ലേജിലൂടെയാണ്. ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ റോഡ് മാറ്റിയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് ഓർത്തു. രാവിലെ ആളുകൾ വീട്ടിലേക്കുള്ള വെള്ളമൊക്കെ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവരും ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ്. ചെറിയ ക്യാൻ ഉപയോഗിച്ച് വെള്ളം എടുക്കുന്നത്. വില്ലേജിലാണെങ്കിലും കൊച്ചു കുട്ടികൾ ക്യാനൊക്കെ ആയിട്ട് വെള്ളം എടുക്കാൻ പോകുന്ന കാഴ്ചകൾ ഇവരെ സാധാരണ കാണാൻ പറ്റും. നമ്മൾ വില്ലേജിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ചോളം, ചേമ്പ്, കപ്പ, പപ്പായ, ക്യാബേജ്, ചുമലച്ചീര, പച്ചച്ചീര ഇതെല്ലാം നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വണ്ടിയിലുള്ള യാത്രയിലായതുകൊണ്ട് ഇറങ്ങി നിന്ന് എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. കാര്യം ഇവിടെ അങ്ങനെ അധികം വീടുകളോ ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് റോഡിലൊക്കെ ഒരുപാട് വാഴയും ചേമ്പും ചേനയും ഒക്കെ നിപ്പുണ്ട്. ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴത്തേക്ക് സെയിം കേരള ആണെന്ന് തന്നെ തോന്നും. നമ്മുടെ വയനാട്, ഇടുക്കിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീല് പലപ്പോഴും ഇവിടെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കുഴൽക്കിണറുകൾ ഉണ്ട്. കുട്ടികളൊക്കെ രാവിലെ വെള്ളം എടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇഷ്ടിക ഒരു സ്കൂള് കണ്ടേ, ഇവിടുത്തെ ഒരു സ്കൂളാണ്. ബോംബോയിലുള്ളൊരു സ്കൂളാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ഗവൺമെൻറ് സ്കൂളൊക്കെ പോലെ തന്നെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം ബോർഡിംഗ് ഉണ്ട്. അതായത് കുട്ടികൾ കൂടുതലും ഈ ബോർഡിങ്ങിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. വില്ലേജിലുള്ള കുട്ടികളെല്ലാം വന്ന് ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ പേരൻസിന് ജോലിക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം കുട്ടികൾ ബോർഡിങ്ങിൽ നിന്നാണ് പഠിക്കുന്നത്. ഇവിടെ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മധുരക്കിഴങ്ങിൻ്റെ കുറേ ചെടികളെല്ലാം അവിടെ നിൽപ്പുണ്ട്. വില്ലേജിലെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ തന്നെയാണ് മേൽക്കൂരയൊക്കെ. പിന്നെ അധികം റൂമുകളൊന്നുമില്ല. ഇവിടെ കൂടുതലും ഒരു റൂം മാത്രമേ കാണത്തുള്ളൂ. കിച്ചൺ എന്ന് പറയാൻ അങ്ങനെ ഉണ്ടാവില്ല. ചെറിയ ആ റൂമിനകത്ത് തന്നെയാണ് അവർ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഗ്രാമത്തിലെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ലൈഫാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഒരു നല്ല ക്ലൈമറ്റും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കുക. അയറിന്, കുക്കു, ഇച്ചായൻ, ഞാൻ, നമ്മളെല്ലാവരും ഉണ്ട്. ബോംബോയ്ക്ക് പോകുന്ന യാത്ര ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. കുറച്ച് സമയം നമുക്ക് ഇവിടെ മക്കരാര യൂണിവേഴ്സിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ബോംബോയ്ക്ക് പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. കുറച്ച് ഗ്രാമത്തിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ബോംബോ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വർഷമായിട്ട് ഇപ്പം ബോംബോ വില്ലേജിൽ നമ്മൾ മിക്കവാറും സൺഡേയോ സാറ്റർഡേ പോവാറുണ്ട്. അപ്പോൾ ബോംബോ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഉഗാണ്ട പണ്ട് ഭരിച്ചിരുന്ന ഈദമീൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി, റിലേറ്റീവ്സ് എല്ലാം
കുറേ ആളുകൾ ബോംബോയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതാണ് ബോംബോ എന്ന സ്ഥലത്തെ നമുക്ക് പെട്ടെന്ന് ഓർക്കുവാനുള്ള കാരണം. ഈദമീനെ കുറിച്ച് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും. പണ്ട് ഉഗാണ്ടയിലെ ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ആ ഒരു ഭരണാധികാരിയുടെ പേരിലാണ് പെട്ടെന്ന് ഉഗാണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സൊക്കെ ഉഗാണ്ടയിലുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഈദമീനോടുള്ള പേടി കൊണ്ട് അവരൊക്കെ ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷമാണ് അദ്ദേഹം ഈ രാജ്യത്ത് നിന്ന് മാറി പോയതിനു ശേഷമാണ് ഇന്ത്യക്കാരൊക്കെ വീണ്ടും മടങ്ങി വന്നതും ഇവിടെ വീണ്ടും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതും. നമ്മുടെ ഓൾഡ് കമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് കാലത്ത് ഇന്ത്യക്കാർ വന്ന് തുടങ്ങിയ ബിസിനസ്സിൻ്റെ ചെറിയ ചെറിയ ഷോപ്പുകളും അതിൻ്റെ ചെറിയ ചെറിയ അടയാളങ്ങളും ഒക്കെ ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓൾഡ് കമ്പാലയിൽ പോകുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എപ്പോഴെങ്കിലും ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളെ ഞാനത് കാണിച്ചു തരാമേ. അപ്പോൾ തുടർന്ന് ഇനിയും നമുക്ക് 1 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ യാത്രയിൽ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വഴിയിലൊക്കെ സൈഡിലൊക്കെ കച്ചവടക്കാർ പൈനാപ്പിള്, ചോളം, പിന്നെ കുറേ കരകൗശല വസ്തുക്കൾ അതൊക്കെ വിറ്റുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ഒരുപാട് കാണാൻ പറ്റും. കാര്യം ഇതിപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി. അത് കാരണം മെയിൻ റോഡിൽ നല്ല യാത്രക്കാരുള്ളൊരു സമയമാണ്, പ്രത്യേകിച്ചും രാവിലെ. അപ്പോൾ രാവിലെ തന്നെ കച്ചവടക്കാരൊക്കെ ഇറങ്ങി ഒരുപാട് ഫ്രൂട്ട്സ്. കൂടുതൽ ഇവർ രാവിലെയും വൈകുന്നേരമൊക്കെ ചോളം നന്നായിട്ട് ഉപയോഗിക്കും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവർ ചുട്ട് ഉപയോഗിക്കും. വേറെ സ്പൈസസ് നമ്മൾ ഉപയോഗിക്കത്തില്ല, നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അങ്ങനെയല്ല, വെറുതെ ചുട്ട് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു സൺഡേ മാർക്കറ്റ് കണ്ട്. അപ്പം മാമ്പഴമുണ്ട്, ചക്ക വാങ്ങുക, പഴച്ചക്കയുണ്ട്, പച്ചച്ചക്കയുണ്ട്. എത്ര ഷില്ലിങ്സാ? 7 ഷില്ലിങ്സ്. ഓക്കെ, 7 ഷില്ലിങ്സ്. 7000 ഷില്ലിങ്സ് ആണേ, 7 അല്ല 7000 ഷില്ലിങ്സ്. നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈസാകും. അവക്കാഡോ ഉണ്ട്, അവക്കാഡോയും കൂടെ നമ്മൾ എടുക്കാനായിട്ടാണേ. ഒരു 6-7 അവക്കാഡോയ്ക്ക് 1000 ഷില്ലിങ്സ്. അതായത് നമ്മുടെ നാട്ടിൽ 25 രൂപ വരുന്നുള്ളൂ. ഐറിൻ ചക്കയൊക്കെ വാങ്ങി വണ്ടിയിലേക്ക് വെക്കുക. പലതരത്തിലുള്ള അവക്കാഡോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗ്രീനുണ്ട്. അവക്കാഡോ എല്ലാം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ വലിയ മാർക്കറ്റാണ്, സൺഡേ മാർക്കറ്റ്. ഭയങ്കര വില കുറവാണ്. കുക്കു ഐറിന് ഇവിടെ ഉണ്ട്. നമ്മളെടുത്ത് നമ്മുടെ നാട്ടുചേമ്പ് ഈ ഒരു കൂട്ടത്തിന് ഇവിടുത്തെ 2000 ഷില്ലിങ്സ്, അതായത് നാട്ടിൽ 50 രൂപ. അപ്പം നമ്മൾ ഈ 3 സെറ്റ് എടുത്ത് കേട്ടോ. 3 സെറ്റും കൂടെ അവർ 5000 ഷില്ലിങ്സിന് പറഞ്ഞേ. അപ്പം ഇത് നമ്മളെടുത്തു. ഇച്ചായൻ ഇലയൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണേ. ഇവിടെ എല്ലാ ഇലയുണ്ട്, ചീരയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം വേണ്ടി വാങ്ങാൻ വേണ്ടി നിൽക്കുക. ഫ്രഷ് ചീരയിലയാണേ. ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. റെഡ് ചീരയിലയും കൂടെ നമ്മൾ ഒരെണ്ണം മേടിച്ചു. പക്ഷെ നല്ല ഫ്രഷായിരുന്നു. നമ്മൾ മാർക്കറ്റിൽ കയറി കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം വാങ്ങി ഇനി നമ്മുടെ യാത്ര തുടരും. വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് കിട്ടുന്ന ഇവിടെ അടുത്തുള്ള ആളുകളെല്ലാം ഈ സൺഡേയിൽ ഇവിടെ ഒത്തുകൂടും, വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങും. ഈ സൺഡേ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൺഡേയിലില്ല, അത് കഴിഞ്ഞുള്ള ദിവസമായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ വില്ലേജിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. വില്ലേജിലെ വീഡിയോസ് അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും നമുക്ക് കുറച്ച് വീഡിയോസ് കവർ ചെയ്യാൻ പറ്റി. ബാക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബാക്കി കുറച്ച് കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. വരുന്ന വഴിക്കെല്ലാം റോഡിൻ്റെ സൈഡുകളിൽ മാർക്കറ്റുകളാണ്. ഇതെല്ലാം സ്വന്തം വീടുകളിൽ തന്നെ കൃഷി ചെയ്തിട്ട് റോഡ് സൈഡിൽ കൊണ്ടുവന്ന്
സെയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് മിക്ക സാധനങ്ങളും കിട്ടും. നമ്മളിപ്പം ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങത്തില്ല. അല്ലാതെ നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട്. അതാകുമ്പോൾ ഫ്രഷ് ആയിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ കിട്ടും. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ആളുകൾ വൈകുന്നേരം പൈനാപ്പിളും അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇതെല്ലാം റോഡ് സൈഡ് നിറച്ച് മാവുകളാണ്. മാവും പ്ലാവ് വാഴ എല്ലാം ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, മക്കരാര യൂണിവേഴ്സിറ്റി. റോഡിൽ നല്ല തിരക്കുണ്ട്. രണ്ട് വശത്തും കച്ചവടക്കാരുണ്ട്. മെയിൻ റോഡാണ്, പക്ഷേ മെയിൻ റോഡിന് രണ്ട് സൈഡിലും കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. സ്നാക്സും ചിക്കൻ, ബീഫ്, പിന്നെ ഡ്രസ്സുകൾ, ചിപ്സ്, അങ്ങനെ എല്ലാം വിൽപ്പനയുണ്ട് ഇവിടെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ യാത്രയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ആഫ്രിക്കൻ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.